ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്നത്തെയും പോലെ തന്നെ വലിയധികം വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നും. ലോങ് വീഡിയോ അപ്ലോഡ് ആക്കണം എന്നൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വീടും പിന്നെ നമ്മളും അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് ടാപ്പിങ്ങിന് വരുന്ന ചേട്ടന്റെ വണ്ടിയാണ് കേട്ടോ മുറ്റത്ത് കിടക്കുന്നത്. ഇങ്ങനെ വന്ന് രാവിലെ വന്ന് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് ഇങ്ങനെ നോക്കുന്നത് മുറ്റത്തിന്റെ ശോചനീയാവസ്ഥകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. പിന്നെ മക്കൾ രണ്ടും കിടന്നിട്ട് ഉറക്കമാണ് കേട്ടോ. പിന്നെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചായക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. പിന്നെ ഈ ചായ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രൈവർമാരുടെ കാര്യം അങ്ങനെയൊക്കെയല്ലേ, കിട്ടി പോയാൽ പോയി എന്ന് പറയണമല്ലേ. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് നമുക്ക് പൂരിയാണ് കേട്ടോ ആക്കാൻ വേണ്ടി നോക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് പൂരി ആക്കുന്നത്. അപ്പം മോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മയെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂരി ഉണ്ടാക്കി തരണേനെ. അപ്പം മോളുടെ ഒരു ആഗ്രഹമില്ലേ, എന്നാൽ പിന്നെ രാവിലെ ഇന്ന് പൂരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ എനിക്ക് ഇത് പൂരി ചപ്പാത്തി ഇതുപോലെയൊക്കെ ആക്കണമെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റും ഇതുപോലെ ഒരു ഗ്ലാസും വേണം കേട്ടോ. അപ്പം ഞാൻ എന്ന് മുതലാണോ പൂരിയും ചപ്പാത്തിയൊക്കെ ആക്കാൻ പഠിച്ചത് അന്ന് മുതലേ ഞാനിതാ ഈ പ്ലേറ്റിലാണ് കേട്ടോ ആക്കി പഠിച്ചത്. അതിന് ശേഷം എനിക്ക് പ്ലേറ്റും ഗ്ലാസും ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ഞാൻ ടൈലിലൊക്കെ വെച്ച് ആക്കുന്നെങ്കിൽ എനിക്കതൊക്കെ മേഘമൊന്നിരിക്കും കേട്ടോ. ഇതിലാകുമ്പോൾ എനിക്ക് നല്ല റൗണ്ട് ഷേഡിൽ ഇതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എടുത്ത മാവ് കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, എന്നാലും ഫുള്ള് പരുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. പിന്നെ അടുക്കളയിൽ എനിക്ക് എപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ അധികം സൗണ്ട് ഉണ്ടാക്കാതെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം മക്കൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ പിന്നെ വേറൊന്നും പറയണ്ടല്ലോ. പിന്നെ ഇതൊക്കെ കുറച്ച് മെനക്കേട്ടുള്ള പരിപാടിയല്ലേ, ഏത് ഈ പൂരി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം പതുക്കെ ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. എന്താണെന്നറിയില്ല, എന്തോ സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടിട്ട് മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ദിവസങ്ങളിലൊക്കെ മോൻ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ആളെ ഇടത്തോടെ എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എങ്കിലും എൻ്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് എന്താണ് പൂരിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൂടി വെക്കണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുണ്ട് ഇപ്പോൾ പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും കൂടെ നടക്കത്തുണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും എന്തെങ്കിലും പരിപാടികൾ ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ വേഗം അങ്ങ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സമയം നോക്കിയിട്ട് അത് എഡിറ്റാക്കി പറഞ്ഞാൽ പോരെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എളുപ്പപ്പണി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ വെയിലൊക്കെ ആകുന്നതിന് മുമ്പേ പിള്ളേരെയും കൂടി ഞാൻ മുറ്റത്ത് കുറച്ച് സമയം അവരോട് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ. ചെറുതിനെ പിന്നെ മുറ്റത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിലാവത്ത് അഴിച്ചു വിടുന്ന കോഴീനെ പോലെയാണ് കേട്ടോ. ആൾക്ക് പിന്നെ ഒരു വെളിപാടും ഇല്ല, എപ്പോഴത്തേക്കാ പോണേന്ന് പോലും ഒരു പിടിപാടും ഇല്ല കേട്ടോ. പിന്നെ മണ്ണ് വാരണോ വായിലിടണോ ഒന്നും പറയാൻ പറ്റത്തില്ല, അതുപോലെ കുരുത്തക്കേടാണ് കേട്ടോ അത്. ചായകുടി കഴിഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് അകത്തുള്ള ഒരു പണികളും ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണ്ടമ്മേ, ഞാനും കൂടെ കൂടാന്നും പറഞ്ഞ് മോള് കൂടും കേട്ടോ. പക്ഷേങ്കിൽ പുറകെ ഞാനും കൂടെ വേണമെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ തീ പിടിപ്പിക്കാമല്ലോ എന്ന് കരുതി, അതാണ് ചോറ് അടുപ്പത്ത് ഇടുവാണെങ്കിൽ അത് അവിടെ കിടന്നങ്ങ് തിളച്ചോളൂ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ പിടിപ്പിക്കാനായിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരോ ഇതെന്ത് മരത്തിൻ്റെ ആണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ ഒരു സംഭവം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തീ നന്നായിട്ട് കത്തിപ്പിടിക്കും കേട്ടോ. നമ്മുടെ മണ്ണെണ്ണ ഇല്ലേ, ആ മണ്ണെണ്ണയൊക്കെ ഒഴിക്കണ പോലെ തന്നെ ഇത് വേഗം ഒരു കഷ്ണം വെച്ച് കൊടുത്താൽ മതി, വേഗം കത്തിപ്പിടിക്കും കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറേ ഇതുപോലെ പറക്കി വെച്ചിട്ടുണ്ട്. മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. രണ്ട് വിറകങ്ങ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തീ പിടിക്കും കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ തിളയ്ക്കുമ്പോഴത്തേനും പാത്രമൊക്കെ അങ്ങ് കഴുകാലോ എന്നോർത്തെ. രാത്രി കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നീറ്റ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. രാവിലെ അതേപോലെ ആകുമെങ്കിലും രാത്രി ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ്ട് നമുക്ക് വെള്ളമൊക്കെ തെളിച്ചു. പിന്നെ അരി കഴുകിയിടാലോ എന്ന് ഓർത്തെ അങ്ങനെ അരി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അടിച്ചൊക്കെ വരാനുണ്ടായിരുന്നു. അടിച്ചൊക്കെ വാരി കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലെ അത്യാവശ്യ പണികളൊക്കെ അകത്തത്തെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാവിലെ ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നേ. 9 മണി 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചൂടും വെയിലും കൂടെ മനസ്സരിച്ചായി കേട്ടോ. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, രാവിലെ തന്നെ അലക്കിയില്ലെങ്കിൽ പിന്നെ
എന്താ പറയണ്ടേ, ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല 2 ആഴ്ചയായിട്ട് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, മഴയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തുണിയുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അലക്കലും ഉണങ്ങലൊന്നും നടക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനും മോളും കൂടി ചെറിയ കൊട്ടയൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കിപ്പം കുറച്ച് ദിവസമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കുന്ന ആ ഒരു ചെറിയൊരു സംഭവം പറക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. മോൾക്കും ഇഷ്ടമാണ്, അതിലുപരി എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ വിറകിൻ്റെ ഒക്കെ കൂടെ പെട്ടെന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം കത്തിപ്പിടിക്കുന്നുണ്ടേ. അതുകൊണ്ട് ഈ ഒരു സംഭവം മഴയ്ക്ക് മുമ്പേ ഞങ്ങൾ കുറച്ച് പറക്കിയൊക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് നേരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.